ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രണ്ട് മൂവി സജഷനായിട്ടാണ് കേട്ടോ. രണ്ട് മൂവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. രണ്ട് മൂവിയും രണ്ട് പാർട്ടായിട്ടാണ്. ഒന്നാമത്തെ മൂവി എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ ഹൊറർ മൂവിയാണ്. രണ്ടാമത്തേത് ഒരു സോംബി അപ്പോക്യാലിറ്റിക് മൂവിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൂവി ഏതാ ചോദിക്കുകയാണെങ്കിൽ സൈലൻറ്റ് ഹിൽ. സിനിമയുടെ ഒരു ചെറിയൊരു രൂപം പറയുകയാണെങ്കിൽ മക്കളില്ലാത്ത ഒരു ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും കൂടെ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ്. ആ കുട്ടി അങ്ങനെ വളരുന്നുണ്ട്. വളരുന്ന സമയത്ത് പല മാനസിക പ്രശ്നങ്ങളും കുട്ടി കാണിക്കുന്നുണ്ട്. ഉറക്കത്തിൽ ഒരുപാട് ബഹളം ഉണ്ടാക്കുക, വിചിത്രമായ സ്വപ്നങ്ങൾ കാണുക, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുക. മാത്രമല്ല, ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് അവളൊരു കാര്യം പറയാറുണ്ടായിരുന്നു, സൈലൻറ്റ് ഹില്ല്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയപ്പോൾ മകളെ രക്ഷപ്പെടുത്താനായിട്ട് ആ അമ്മ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇനി എന്ത് റിസ്ക് എടുത്താലും ശരി, അവൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കണം തീരുമാനിക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ സൈലൻറ്റ് ഹില്ലിലേക്ക് പോകുന്നുണ്ട്. അതായത് ആ അമ്മയും മകളും. എന്നാൽ അവർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. സൈലൻറ്റ് ഹിൽ അതൊരു ഭൂമിയിലൊരു സ്ഥലം തന്നെയാണെങ്കിലും അതൊരു മറ്റൊരു ഡയമെൻഷനായിരുന്നു. അവിടെ എത്തിയ സമയത്ത് എന്താ പറയുക, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കുറേ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് കണ്ടാൽ തന്നെ പേടിയാവുന്ന പല കാര്യങ്ങളും, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളും, വളരെ ക്രൂരമായ കുറേ കാര്യങ്ങളും ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്, നടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവിടെ പോയിട്ട് ഇവർ മനസ്സിലാക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കി ചെറിയൊരു ടിസ്റ്റൊക്കെ ഉണ്ട്. ആ ടിസ്റ്റെല്ലാം കഴിഞ്ഞ് പിന്നീട് ഈ ലോകത്തുനിന്ന് പുറത്തേക്ക് വരണമല്ലോ, അതിന് പറ്റുന്നില്ല. അവിടെയാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗം തുടങ്ങുന്നത്. ഓക്കെ, രണ്ടാം ഭാഗവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ആദ്യ മൂവീനെ വെച്ച് നോക്കുമ്പോൾ അത്ര പോരെങ്കിലും നൈസാണ്. രണ്ടും ഒരു എന്താ പറയുക, ഒരുമിച്ച് തന്നെ കാണാൻ പറ്റിയൊരു മൂവിയാണ്. രണ്ടാമത്തെ മൂവി എന്ന് പറയുന്നത് ഒരു സോംബി അപ്പോക്യാലിറ്റിക് മൂവിയാണ്. നമ്മൾ ഒരുപാട് സോംബി മൂവീസ് കണ്ടിട്ടുണ്ട്, പക്ഷെ അതുപോലൊരു ഭയങ്കര എന്താ പറയുക, ആ ഒരു ക്ലീഷേ ടൈപ്പ് ഒരു മൂവി ഒന്നുമല്ല അത്. കുറച്ച് ഡിഫറെൻ്റ് ആണ്. സിനിമയുടെ പേര് 28 Years Later. സംഭവം എന്ന് വെച്ചാൽ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുകയാണ്. അതുണ്ടായതിന് ശേഷം ഒരു 28 വർഷങ്ങൾക്ക് മുന്നേ അല്ല ശേഷം 28 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഭൂമി എന്നുള്ളത് കാണിക്കുകയാണ്. അതും ഈ ഒരു സിനിമയ്ക്ക് രണ്ട് ഭാഗമായിട്ടാണുള്ളത് കേട്ടോ. അതിൻ്റെ സ്റ്റോറി അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സാധാ ക്ലീശി ആയിട്ടുള്ളൊരു സോംബി ടൈപ്പ് മൂവി അല്ല ഇത്. നമുക്ക് വെറുതെ ഒരു വൈറസ് ഇൻഫെക്ഷൻ വരിക, കുറച്ച് ആൾക്കാർ അതൊന്ന് സർവൈവ് ചെയ്ത് പോവുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലാതെ ഒരു നല്ലൊരു സ്റ്റോറി ഒരു സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തായാലും സോംബി മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു മൂവി തീർച്ചയായിട്ടും കാണുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല എക്സ്പീരിയൻസ് കിട്ടും നിങ്ങൾക്ക്. അതിൻ്റെ ആ ഒരു വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിറ്റിയോ അങ്ങനെയൊന്നുമല്ല, നല്ല രസമുള്ള എന്താ പറയുക, ഫുൾ ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ മൃഗങ്ങളെ പോലെ മേഞ്ഞെടുക്കുന്ന കുറേ അധികം സോംബികൾ, അതിൻ്റെ കൂട്ടത്തിൽ ഭീമാകാരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന ആൽഫ സോംബികൾ, പിന്നെ അവരുടെ ഇടയിൽ സർവൈവ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് മനുഷ്യർ, അതിൻ്റെ ഇടയിലൊക്കെ ചില പരിപാടികൾ ചെയ്യാൻ നോക്കുന്ന ഒരു ഭ്രാന്തൻ ഡോക്ടർ. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഒരു കഥ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി മൂവിയാണ്. പറ്റുവാണെങ്കിൽ കണ്ടു നോക്കുക. കുറച്ച് വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്യാവശ്യം വയലൻസ് ഇതിലുണ്ട്. ഇനിയിപ്പോൾ ഈ രണ്ട് മൂവി നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല, സമയമില്ല എന്നാണെങ്കിൽ ടോട്ടൽ ഈ 4 സിനിമയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സൈലൻറ്റ് ഹില്ല് ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ 28 Years Later ആ മൂവിയുടെയും 2 ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ലിങ്കും ഞാൻ അതാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. പോയിട്ട് പറ്റുമെങ്കിൽ അത് കണ്ടോ. ഏറ്റവും ബെസ്റ്റ് സിനിമ പോയിട്ട് കാണുന്നതാണ്. ഞാനിങ്ങനെ സജഷൻ തരുന്ന മൂവിയൊക്കെ ഉണ്ടല്ലോ, അത് നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്ന മൂവീസ് ആയിരിക്കും. ഓക്കെ, എന്തായാലും മറ്റൊരു നല്ലൊരു സജഷനുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഈ മൂവി സജഷൻ അല്ല നമ്മുടെ ലക്ഷ്യം. ഇത് ജസ്റ്റ് ഒരു 5-6 വീഡിയോ ചുമ്മാ ചെയ്യുന്നേ ഉള്ളൂ. ഇതിൽ വേറെ കണ്ടൻറ്റുകളാണ് വരാൻ പോകുന്നത്. സോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ, നിങ്ങളായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ല അടിപൊളി കണ്ടൻറ്റ് തന്നെ ഈ ചാനൽ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഓക്കെ, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.